നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. സജ്ജനങ്ങൾ ഈശ്വര തുല്യരാണ്. അവരുമായുള്ള സംസർഗത്തിലൂടെ മറ്റെല്ലാ ദുർഗുണങ്ങളും മാറി സത്വഗുണം വളരും. നാരദ മഹർഷിയുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് ജന്മമുക്തിക്ക് കാരണമാകുന്നു. ഒരിക്കൽ നാരദ മഹർഷി ഭഗവാൻ വിഷ്ണുവിനോട് സജ്ജന സംസർഗത്തിൻ്റെ മഹിമ എന്താണെന്ന് ചോദിക്കുന്നു. ഭൂമിയിലെ ഒരു സ്ഥലത്ത് ഒരു വൃക്ഷത്തിൻ്റെ ഇലയിൽ ഒരു പുഴുവുണ്ടെന്നും അതിനോട് ചോദിച്ചാൽ സംശയ നിവാരണം ലഭിക്കുമെന്നും പറഞ്ഞ് ഭഗവാൻ വിഷ്ണു ആ സ്ഥലം നാരദന് വ്യക്തമാക്കി കൊടുക്കുന്നു. പുഴുവിനെ കണ്ടെത്തിയ നാരദൻ സംശയം ചോദിച്ച മാത്രയിൽ അത് ചത്തുവീണു. മഹാവിഷ്ണുവിൻ്റെ അരികിലെത്തി സംഭവം വിവരിച്ച നാരദനോട് ഒരു മുനിയുടെ കുടിലിൽ ഒരു തത്തയുണ്ടെന്നും അതിനോട് ചോദിച്ചാൽ മതിയെന്നും ഭഗവാൻ പറയുന്നു. തത്തയെ കണ്ടെത്തി സംശയം ചോദിച്ചപ്പോഴേക്കും അതും ചത്തുവീണു. പിന്നീട് മഹാവിഷ്ണു നാരദ മഹർഷിയെ ഒരു പശുക്കുട്ടിയുടെ അരികിലെത്തിച്ചപ്പോഴും അതും മരിച്ചു. ഒടുവിൽ ഒരു കൊട്ടാരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്നും അതിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നും ഭഗവാൻ നാരദ മഹർഷിയെ അറിയിച്ചു. കൊട്ടാരം കണ്ടെത്തിയ നാരദ മഹർഷി കുഞ്ഞിനോട് സംശയം ചോദിച്ചു. അത്ഭുതമെന്ന പോലെ കുഞ്ഞ് നാരദനെ വണങ്ങി പറഞ്ഞു, മഹർഷേ, സജ്ജന സംസർഗത്തിന് ഉദാഹരണമാണ് ഞാൻ. പുഴുവായും തത്തയായും പശുക്കുട്ടിയായും അങ്ങയുടെ മുന്നിൽ കണ്ടതെല്ലാം എൻ്റെ പൂർവ്വജന്മങ്ങളായിരുന്നു. സദാ ഭഗവത് നാമം ഉച്ചരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് കൃമികീട ജന്മങ്ങളിൽ നിന്നും ഉത്തമമായ മനുഷ്യജന്മം എനിക്ക് ലഭിച്ചത്. ജ്ഞാനിയും പരമഭക്തനുമായ നാരദൻ്റെ സാന്നിധ്യം പോലും മറ്റുള്ളവരെ ശ്രേഷ്ഠ ജന്മത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെയുള്ള നാരദനെ ഏഷണിക്കാരൻ എന്ന് പറയുന്നത് പോലും നിന്ദ്യവും നീചവുമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധ പുക്കീടിനേൻ മർക്കടവീരരും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായി അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീളെ നടന്നുഴന്നീടും ദശാന്തരേ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ
ഋഷ്യമൂകാചലെ വന്നിരുന്നീടിനേൻ. വിശ്വാസമൂടു ഞാൻ വിശ്വനാഥ വിഭോ. അടുത്തതായി രാമായണ ദർശനം. അവതാര ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിനായി ശ്രീരാമൻ സുഗ്രീവനോട് ബാലിയെ പോരിന് വിളിക്കാൻ ഉപദേശിക്കുന്നു. സുഗ്രീവൻ ശ്രീരാമ ലക്ഷ്മണന്മാരെയും കൂട്ടി കിഷ്കിന്ധ രാജധാനിയിലെത്തി. ശ്രീരാമനും മറ്റും വലിയൊരു വൃക്ഷത്തിൻ്റെ മറവിലിരിക്കുമ്പോൾ സുഗ്രീവൻ കൊട്ടാര കവാടത്തിലെത്തി ബാലിയെ വെല്ലുവിളിക്കുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമനെ സ്തുതിച്ച് പരമമായ ഭക്തിക്കായിട്ട് സുഗ്രീവൻ അപേക്ഷിച്ചു. ശ്രീരാമനാകട്ടെ സുഗ്രീവനെ മായയാൽ മോഹിപ്പിച്ച് അവതാര കാര്യം നടത്തുന്നതിനുള്ള പരിശ്രമമാണ് ചെയ്തത്. അതുകൊണ്ട് പറയുകയാണ്, സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്കയുദ്ധത്തിനു കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാംബുരി നോക്കി നിരാകുലം. തനിക്ക് രാജ്യം കൊണ്ടോ ധനം കൊണ്ടോ ശത്രുനാശം കൊണ്ടോ ഒന്നും പ്രയോജനമില്ല. പരമമായ ഭക്തി മാത്രമേ ആവശ്യമുള്ളൂ. ഇതാണ് സുഗ്രീവൻ പ്രാർത്ഥിച്ചത്. എന്നാൽ ശ്രീരാമനാകട്ടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് മായയാ മോഹിപ്പിക്കുകയാണ്. ഹേ സുഗ്രീവ, നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ വേണ്ടത് അതൊന്നുമല്ല. വേഗം ബാലിയെ പോയിട്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കൂ. നിശ്ചയമായും ഞാൻ ബാലിയെ കൊന്ന് നിനക്ക് രാജ്യാഭിഷേകം ചെയ്ത് നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഇങ്ങനെ ശ്രീരാമൻ പറഞ്ഞത് കേട്ടപ്പോൾ കിഷ്കിന്ധയിലേക്ക് പോയി ബാലിയെ വെല്ലുവിളിക്കാൻ പുറപ്പെടുകയാണ് സുഗ്രീവൻ. ഈ സ്തുതിയാകട്ടെ, ഇപ്രകാരമുള്ള സംഭാഷണങ്ങളാവട്ടെ വാൽമീകിയ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെ ശ്രീരാമൻ്റെ ബലവീര്യ പരാക്രമ സാമർഥ്യം സുഗ്രീവൻ കണ്ടു ബോധിച്ചു. അനന്തരം ശ്രീരാമൻ സുഗ്രീവനോട് ആവശ്യപ്പെടുകയാണ്, വേഗം കാര്യം നടക്കട്ടെ, അതുകൊണ്ട് യുദ്ധസന്നദ്ധനാവൂ എന്നുള്ളത്. മധ്യേയുള്ള സ്തുതിയും അനുബന്ധ വിഷയങ്ങളുമെല്ലാം അധ്യാത്മരാമായണത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നീടിനാർ മിത്രഭാവേന രാമാദികൾ അന്നേരം. സൂര്യകുലത്തിൽ ജനിച്ചവരായ രാമനും ലക്ഷ്മണനും അതുപോലെ സുഗ്രീവൻ്റെ 4 മന്ത്രിമാരും എല്ലാവരും കിഷ്കിന്ധയിലേക്ക്
സുഗ്രീവൻ്റെ കൂടെ സഞ്ചരിച്ചു. സുഗ്രീവൻ കിഷ്കിന്ധാപുര ദ്വാരത്തിൽ ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. രാമൻ തുടങ്ങിയവരാകട്ടെ ആ സമയത്ത് വലിയ വൃക്ഷങ്ങളെ മറഞ്ഞ് ഒളിച്ചു നിൽപ്പായി. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ, മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായിതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം. മിത്രാത്മജനേത് വൃത്രാരിപുത്രനേതിത്തം തിരിച്ചറിയാവതല്ലൊരുത്തനും. മിത്രവിനാശ ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. അങ്ങനെ വാലിയും സുഗ്രീവനും തമ്മിലുള്ള മുഷ്ടിയുദ്ധം ആരംഭിക്കുകയാണ്. അലറിപ്പാഞ്ഞടുത്തു വാലി. സുഗ്രീവനാകട്ടെ ബാലിയുടെ നെഞ്ചിൽ ഇടിച്ചു. ഇന്ദ്രപുത്രനായ ബാലി സൂര്യപുത്രനായ സുഗ്രീവനെ തുടർച്ചയായി 100 കണക്കിന് ഇടികൾ നൽകി. അങ്ങനെ പരസ്പരം അവർ അതിഭീകരമായ രീതിയിൽ മുഷ്ടിയുദ്ധം നടത്തുകയാണ്. ശരീരമാസകലം രക്തമൊഴുക്കിക്കൊണ്ട് പരസ്പരം പൊരുതുന്ന അവരെ കണ്ടാൽ ആരാണ് ബാലിയെന്നോ സുഗ്രീവനെന്നോ തിരിച്ചറിയുക അസാധ്യമാണ്. രണ്ടുപേരും ഒരുപോലെ. അതുകൊണ്ട് തന്നെ തൻ്റെ മിത്രത്തെ വധിക്കാനിട വരുമോ എന്നുള്ള ശങ്ക കൊണ്ട് രാമൻ ഒട്ടമ്പ് എയ്തുമില്ല. ഈ സാഹചര്യത്തിൽ വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമർത്തനായി വൃത്രാരിപുത്രനുമാലയം പൊക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികെ നിന്നരുളിയിടുന്ന. മിത്രാന്വയോദ്ഭൂതനാകിയ രാമനോടെത്രയുമാർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. ബാലിയുടെ പ്രഹാരങ്ങളെ കൊണ്ട് ഗത്യന്തരമില്ലാത്ത സുഗ്രീവൻ രക്തം ഛർദ്ദിച്ച് ഓടിയൊളിച്ചു. ബാലി പുരത്തിനുള്ളിലേക്കും പോയി. സുഗ്രീവൻ വൃക്ഷഖണ്ഡം മറഞ്ഞു നിൽക്കുന്ന ശ്രീരാമനരികെ വന്ന് അത്യന്തമായ ദുഃഖത്തോടെ പരുഷവാക്യങ്ങളെ പറയുവാൻ ആരംഭിച്ചു. എന്താണ് പറയുന്നത്? അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ബാലിയോട് മൽപ്പിടുത്തം ചെയ്യാനാകാതെ രക്തം ഛർദ്ദിച്ച് സുഗ്രീവൻ ഓടി രക്ഷപ്പെടുന്നു. മരണത്തിലേക്ക് പോകുമായിരുന്ന തന്നെ രക്ഷിക്കാത്ത ശ്രീരാമനോട് സുഗ്രീവൻ പരിഭവം പറയുന്ന തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മം. ജീവിതത്തിൽ പരിമിതത്വം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സ്വാമിനി ഭവ്യ അമൃതപ്രാണ ഇന്ന് സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരിയെ നമഃ. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനത്തിനെക്കുറിച്ചും ഏകാഗ്രതയെക്കുറിച്ചും സംസാരിച്ചു. ജീവിതത്തിൻ്റെ പരിമിതത്വമാണ് ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്ക് സഹായകമായ മറ്റൊരു കാര്യം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും അളന്നു തൂക്കിയായിരിക്കണം എന്ന് പറയും. എങ്ങനെയാണ് ഈ പ്രവൃത്തികളെ അളന്നു തൂക്കുന്നത്? നമുക്കൊരു അസുഖം വന്നാൽ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന കൃത്യം അളവിനെ മരുന്ന് കഴിക്കുകയുള്ളൂ. അതുപോലെ ആഹാരം, ഉറക്കം ഇതൊക്കെ കൃത്യമായി ചെയ്യണം. എല്ലാ ആവശ്യത്തിനും മാത്രം ഉപയോഗിക്കുക. കൂടുതൽ ആഹാരം കഴിച്ചാലും ഒട്ടും കഴിക്കാതിരുന്നാലും പ്രശ്നമാണ്. കൂടുതൽ ഉറങ്ങിയാലും ഒട്ടും ഉറങ്ങാതെ ഇരുന്നാലും കുഴപ്പമാണ്. അങ്ങനെയൊക്കെ മിതത്വം ആവശ്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ മിതത്വം ശീലിക്കാൻ പഠിക്കണം. ഞാൻ അധികം ഭക്ഷിക്കുന്നുണ്ടോ? കൂടുതൽ ഉറങ്ങുന്നുണ്ടോ? അനാവശ്യമായി വല്ലതും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ചിലരുണ്ട്, അവർ ആരുടെയെങ്കിലും മുറിയിൽ കയറിയാൽ ഒരു നിമിഷത്തിനുള്ളിൽ ഏതേത് സാധനങ്ങൾ
എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുമത്രേ. അവരുടെ മനസ്സിൻ്റെ ഏകാഗ്രതാ ശക്തിയാണത്. പക്ഷേ എന്ത് പ്രയോജനം? മറ്റൊരാളുടെ മുറിയിലെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് നേട്ടം? അത് നാം അറിയേണ്ട കാര്യമല്ല, അയാൾ അറിഞ്ഞാൽ മതി. കണ്ണിൻ്റെ വ്യർത്ഥമായ ഒരു വ്യാപാരമാണിത്. ഈ വ്യാപാരം ഞാൻ ഉപേക്ഷിക്കണം. അതുപോലെ നമ്മുടെ കാതിലും നിയന്ത്രണം വെക്കണം. നല്ല നല്ല കാര്യങ്ങൾ ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയാൽ നാം ശ്രദ്ധിക്കത്തേയില്ല. ഞാനൊരു രഹസ്യം പറയാം, ആരോടും പറയരുത് എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഓരോ ഇന്ദ്രിയങ്ങൾക്കും മിതത്വം, നിയന്ത്രണം വേണമെന്ന് പറയുന്നത്. നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നാൽ പതിയെ ഏകാഗ്രത ശക്തി കൂടി ഒന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുവാൻ പറ്റും. ജീവിതം ഒരു പെൻഡുലം പോലെയാണ്. സുഖമെന്നതൊരു ബിന്ദു, ദുഃഖമെന്നത് വേറൊരു ബിന്ദു. സുഖമെന്ന ബിന്ദുവിൽ നിന്നും ദുഃഖമെന്ന ബിന്ദുവിലേക്കും, പിന്നെ ദുഃഖമെന്ന ബിന്ദുവിൽ നിന്ന് സുഖമെന്ന ബിന്ദുവിലേക്കും ഈ പെൻഡുലം സദാ ആടിക്കൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥമായ ശാന്തിയും സംതൃപ്തിയും ലഭിക്കുന്നത് ആ പെൻഡുലം മധ്യസ്ഥാനത്ത് നിശ്ചലമായി നിൽക്കുമ്പോഴാണ്. അതാണ് ഏകാഗ്രത. ഇനി മൂന്നാമത്തെ കാര്യം, സമദൃഷ്ടി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. സമദൃഷ്ടി എന്നാൽ ശുഭദൃഷ്ടി എന്നും പറയും. ഈ ശുഭദൃഷ്ടി ലഭിക്കാതെ ചിത്തം ഒരിക്കലും ഏകാഗ്രമാവുകയില്ല. നരി, കാക്ക, പൂച്ച ഇവയുടെയൊക്കെ കണ്ണ് കണ്ടിട്ടില്ലേ? എപ്പോഴും ഇളകിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും അമ്പരന്നിരിക്കുന്നതായിട്ട് തോന്നും. ഹിംസ്ര ജന്തുക്കളുടെ സ്ഥിതി ഇങ്ങനെയാണ്. എന്നാൽ മനുഷ്യനായ നമുക്ക് അത് പോരാ. നമുക്ക് ശുഭദൃഷ്ടി ഉണ്ടായിരിക്കണം. അതായത് എല്ലായിടത്തും നന്മ കാണാൻ കഴിയണമെന്നർത്ഥം. സൃഷ്ടിയിൽ ദോഷമില്ല, ദൃഷ്ടിയിലാണ് ദോഷം, കാഴ്ചപ്പാടിലാണ് ദോഷം. അമ്മ പറയുന്നു, മറ്റുള്ളവരിലെ നന്മ കാണാൻ കഴിയുന്നവന് മാത്രമേ ശാന്തിയും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കൂ. മനസ്സാകുന്ന കണ്ണാടിയിലൂടെയാണ് നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്നത്. മറ്റുള്ളവരിൽ കുറ്റവും കുറവും കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സ് തന്നെയാണ് അസ്വസ്ഥമാകുന്നത്. എന്നാൽ മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സാണ് പ്രസന്നമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിനെ ശരിയായി വയ്ക്കുക എന്നത് മറ്റുള്ളവരെക്കാൾ നമ്മുടെ തന്നെ ആവശ്യമാണ്. മാത്രമല്ല, മറ്റുള്ളവരിൽ നന്മ ദർശിക്കുന്ന ഒരാൾക്ക് വിഷമം പിടിച്ച പ്രശ്നങ്ങളെപ്പോലും അനായാസമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. അമ്മ ഒരു കഥ പറയാറുണ്ട്. ഒരിടത്ത് ഒറ്റ കണ്ണും ഒരു കാലിൽ മുടന്തുമുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ഒരിക്കൽ ആ രാജാവ് തൻ്റെ രാജ്യത്തെ എല്ലാ ചിത്രകാരന്മാരെയും വിളിച്ചു വരുത്തി തൻ്റെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവരിൽ ആർക്കും തന്നെ രാജാവിൻ്റെ ചിത്രം വരയ്ക്കുവാനുള്ള ധൈര്യമുണ്ടായില്ല. ഒരു കണ്ണിനും ഒരു കാലിനും വൈകല്യമുള്ള രാജാവിൻ്റെ സുന്ദരമായ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണ്? അവരെല്ലാവരും കുഴങ്ങി. എന്നാൽ അവരിലൊരു ചിത്രകാരൻ രാജാവിൻ്റെ ചിത്രം വരയ്ക്കുവാൻ തയ്യാറായി. അയാൾ രാജാവിൻ്റെ അതിമനോഹരമായ ഒരു ചിത്രം വരച്ചു. അതുകണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ചിത്രം ഇങ്ങനെയാണ്: രാജാവ് നായാട്ടിനായി കാട്ടിൽ പോയപ്പോൾ ഒരു കാൽ മടക്കി വെച്ചുകൊണ്ട് ഒരു കണ്ണടച്ച് ഉന്നം പിടിക്കുന്ന രീതിയിലുള്ള ചിത്രമാണ് വരച്ചത്. രാജാവിൻ്റെ വൈകല്യത്തിനെ ആ വിധത്തിലാക്കി അദ്ദേഹം വരച്ചു. ഈ കഥ പറയുന്നത്, ഈ ചിത്രകാരനെ പോലെ മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളിലേക്ക് മനസ്സ് കൊടുക്കാതെ അവരിലുള്ള നല്ല വശങ്ങളെ എടുത്തു കാണിക്കാൻ നമുക്ക് കഴിയണം. ധ്യാനത്തിന് നമ്മെ സഹായിക്കുന്ന 3 ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. മനസ്സിൻ്റെ ഏകാഗ്രത, ജീവിതത്തിൻ്റെ മിതത്വം അഥവാ നിയന്ത്രണം, ശുഭദൃഷ്ടി. ഇത് 3 ഉണ്ടെങ്കിൽ ധ്യാനത്തിലൂടെ പുരോഗമിക്കാൻ സാധിക്കുന്നു. ധ്യാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ധ്യാനം ശീലിച്ച് മനസ്സിൻ്റെ ഏകാഗ്രത കൂടുമ്പോൾ ടെൻഷൻ കുറയുന്നു. അങ്ങനെ പല രോഗങ്ങളും ധ്യാനത്തിലൂടെ നിയന്ത്രിക്കുവാൻ കഴിയുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ മരുന്നിനോടൊപ്പം ധ്യാനവും ഗാനവും കൊണ്ട് ആശ്വാസം കൊടുക്കാൻ കഴിയുമെന്ന് ആധുനിക ശാസ്ത്രവും അംഗീകരിക്കുന്നുണ്ട്. അതായത് ഫ്ലൂട്ടിൻ്റെയോ വയലിൻ്റെയോ ഹൃദ്യമായ മ്യൂസിക് കേട്ടുകൊണ്ട് രോഗികൾ ധ്യാനിക്കുന്നു. അത് അഭ്യസിച്ച് എത്രയോ രോഗികൾക്ക് രോഗം കുറഞ്ഞതായി പറയുന്നുണ്ട്. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം മനുഷ്യ മനസ്സിൻ്റെ പിരിമുറുക്കമാണ്. ആ പിരിമുറുക്കം കുറയ്ക്കാൻ പതിവായി ധ്യാനം പരിശീലിക്കാൻ കഴിയണം.
അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാൻ എന്നും പതിവായി ധ്യാനം ചെയ്യാൻ സർവേശ്വരിയായ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. സന്ധ്യാദീപം ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. प्रातः स्मरामि भवभीतिमहार्तिशान्त्यै